ഹായ് മക്കളെ, വെൽക്കം ടു ടെക്സ്റ്റ് ട്യൂട്ടർ. അല്ലേ, 9ാം ക്ലാസ്സിലെ ഹിസ്റ്ററിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ് എന്ത് ടുവാർഡ്സ് എ ജെൻഡർ ന്യൂട്രൽ സൊസൈറ്റി. അല്ലെ, ലിംഗപരമായിട്ടുള്ള ഒരു സമത്വമുള്ള ഒരു സമൂഹത്തിലേക്ക് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ. ഈ ചാപ്റ്ററിന്റെ 3ാമത്തെ സെഷനാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിന് മുന്നത്തെ 2 ക്ലാസ്സുകൾ എന്ത് ചെയ്യുക, കാണാത്ത മക്കളുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് പോയിട്ട് കാണാം. 3ാമത്തെ ക്ലാസ്സിൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എന്താ, മാധ്യമങ്ങളും ലിംഗ പദവി വാർപ്പ് മാതൃകകളും. മീഡിയ, അല്ലെ, മീഡിയ എന്ന് പറഞ്ഞാൽ മാധ്യമങ്ങൾ, മീഡിയ ആൻഡ് ജെൻഡർ സ്റ്റീരിയോ ടൈപ്സ്. ഈ ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇതും മീഡിയകളും തമ്മിലുള്ളൊരു നമ്മുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന ഒരു കണക്ഷൻസിനെ കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നോക്കാൻ പോകുന്നത്. ഇത് മനസ്സിലാവാത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ മുന്നത്തെ ക്ലാസ്സുകൾ കയറിയിട്ട് കാണാം കേട്ടോ. വാർപ്പ് മാതൃകകൾ എന്താണെന്നുള്ളതും ലിംഗ പദവി എന്താണെന്നുള്ളതൊക്കെ. ഓക്കെ, അതായത് കുറച്ച് ഉദാഹരണങ്ങൾ കൊടുക്കുകയാണ്. കറി പൗഡർ അതായത് കറിപ്പൊടികൾ. അല്ലേ, ഈ കറി പൗഡറിൻ്റെ ഒക്കെ പരസ്യങ്ങളിൽ ആരുണ്ടാവില്ലേ? പുരുഷന്മാരാണോ സ്ത്രീകളാണോ ഉണ്ടാവില്ലേ? ആരുണ്ടാവുക? സ്ത്രീകളാണ് ഉണ്ടാവുക. അല്ലെ, കൂടുതലായിട്ടും മെജോറിറ്റി ആരുണ്ടാവുക? എല്ലാത്ത കേസസ് ഒക്കെ കുറച്ചൊക്കെ ഉണ്ടാവും കേട്ടോ. ഞാൻ ജനറലൈസ് ചെയ്തിട്ട് പറയുകയാണെ, കൂടുതലായിട്ടും എന്താണ്, സ്ത്രീകളാണ് ഇവിടെ ഉണ്ടാവുക. കറി പൗഡറിൻ്റെ പരസ്യത്തിൽ ഉണ്ടാവും. അല്ലെ, ഒരുപാട് കറി പൗഡറിൻ്റെ പരസ്യങ്ങൾ നമ്മളിവിടെ കാണുന്നുണ്ട്, ടി വിയിൽ കാണുന്നുണ്ട്. ഈ കാണുന്ന പരസ്യങ്ങളിൽ കൂടുതലാരാ? സ്ത്രീകളാണ് ഉണ്ടാവും. അല്ലെ, അതിനെന്താണ് സൊസൈറ്റി കൊടുക്കുന്നത്? കുക്ക് ചെയ്യാനുള്ള ആളുകൾ ആരാണ്? സ്ത്രീകളാണ്. വീട്ടിലിരുന്ന് ഭക്ഷണം ഉണ്ടാക്കേണ്ട ആളുകൾ സ്ത്രീകളാണെന്നുള്ള രീതിയിൽ ഒരാശയമല്ലേ ശരിക്കും അതിലൂടെ അതിൽ കൺവേ ചെയ്യുന്നത്. അല്ലേ, അപ്പം കറി പൗഡറുകളുടെ പരസ്യത്തിൽ ആരാളുള്ളത്? സ്ത്രീകളാണുള്ളത്. അല്ലേ, അടുത്തത് പാത്രം കഴുകുന്ന സാമഗ്രികൾ, ഡിഷ് വാഷസ്. അല്ലേ, 100 ചെറുനാരങ്ങയുടെ ശക്തി. ഈ 100 ചെറുനാരങ്ങയുടെ ശക്തിയൊക്കെ ആരാ അവതരിപ്പിക്കുന്നത്? ഒക്കെ സ്ത്രീകളല്ലേ. പുരുഷൻ കുത്തിർന്ന് ഇങ്ങനെ, ഒരു ആണ് കുത്തിർന്നിട്ട് ഇങ്ങനെ പാത്രം കഴുകുന്ന വീഡിയോ ഒന്ന് കണ്ടിട്ടുണ്ടോ? പരസ്യം കണ്ടിട്ടോ? ഇല്ല. അതെന്താണ്? സ്ത്രീകളാണ് ആ പരസ്യത്തിൽ ഉണ്ടാവുക. സ്ത്രീകൾ ഉപയോഗിക്കുന്നത്? സ്ത്രീകളാണ് പാത്രം വാങ്ങുന്നത് ഉപയോഗിക്കുന്ന ആളുകൾ. ഡിഷ് വാഷ് എന്നാണ് സൊസൈറ്റി എന്ത് ചെയ്തുള്ളത്, പാത്രം കഴുകാനുള്ള ആളുകളായിട്ട് സൊസൈറ്റി മുദ്ര കുത്തിയത് ആരാ? സ്ത്രീകളാണ്. എല്ലാവരും കേൾക്കണം, അവനവൻ കഴിച്ച പാത്രങ്ങൾ എന്ത് ചെയ്യുക, അവനവൻ കഴുകുക. പക്ഷെ സ്ത്രീ എന്താണ്, പരസ്യം വരെ അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ആശയം കൺവേ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ അവർക്ക് പുരുഷന്മാർ പാത്രം കഴുകുന്നത് പരസ്യം വെച്ചൂടെ? അടുത്തെന്താണ്, ബൈക്സ് ആൻഡ് കാർസ്. അല്ലെ, ബൈക്കുകളുടെയും കാറുകളുടെയും പരസ്യം ആരുണ്ടാവുക? പുരുഷന്മാരാണ് എന്ത്, ഡ്രൈവ് ചെയ്യാനുള്ള ആളുകൾ. ഇപ്പൊ അതൊക്കെ മാറി, കുറച്ചൊക്കെ സ്ത്രീകളുടെ പരസ്യങ്ങളൊക്കെ ഉണ്ട്. അല്ലേ, അപ്പം ജനറൽ കേസുകളാണ് പറയുന്നത് കേട്ടോ. അപ്പം പിന്നെ ഹിമാലയത്തിലൊക്കെ വന്നിട്ട് എന്താ, മലന്റെ മുകളിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് അല്ലേ, ബൈക്കൊക്കെ എടുത്തിട്ട് റൈഡൊക്കെ പോകും. എന്തൊക്കെ ആരെ ചെയ്യല്? പുരുഷന്മാരല്ലേ പരസ്യത്തിൽ ഉണ്ടാവുക. പക്ഷെ ഇന്ന് ഒരുപാട് സ്ത്രീകളുണ്ട്, നിങ്ങൾ ബൈക്കൊക്കെ കൊണ്ട് ഹിമാലയം കയറണം, അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്താണ്, പരസ്യത്തിൽ ഇപ്പോഴും എന്താണ്, പുരുഷന്മാരാണ്. അല്ലേ, പിന്നെ അടുത്ത് കോസ്മെറ്റിക്സ്, സൗന്ദര്യവർദ്ധക വസ്തുക്കൾ. അല്ലേ, സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ പരസ്യത്തിലൊക്കെ ആരുണ്ടാവുക? സ്ത്രീകളുണ്ടാവുക. സോപ്പിന്റെ പരസ്യത്തിലൊക്കെ ആരുണ്ടാവുക? അല്ല, എൻ്റെ ഫ്രണ്ട് റിയ എനിക്ക് റെക്കമെൻഡ് ചെയ്തു. അല്ലെ, ആ ആരുണ്ടാവുക? സ്ത്രീകളുണ്ടാവുക. അല്ലെ, ഏതെങ്കിലും ഇപ്പോൾ നമ്മളൊരു കമ്പനീനെ എടുത്ത് പറയുന്നില്ല, ഏതൊരു കമ്പനി ആയാലും ഇതിനൊക്കെ വെളുക്കാൻ തേക്കുന്ന ക്രീമായാലും ഇതിനൊക്കെ ഏറ്റവും കൂടുതൽ ഇവർ ഉപയോഗിക്കുന്ന മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് സ്ത്രീകളാണ്. കാരണം എന്താ, കോസ്മെറ്റിക്സ് ഉപയോഗിക്കുന്ന സ്ത്രീകളാണെന്നുള്ള ഒരു സ്റ്റീരിയോ ടൈപ്പ്. പുരുഷന്മാരത് ഉപയോഗിക്കില്ല എന്നുള്ളത്. അല്ലേ, അടുത്തെന്താ, ഡിഷ് വാഷിംഗ്, പാത്രം കഴുകുന്ന പാത്രങ്ങൾ നമ്മൾ നോക്കി. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ധനകാര്യ സ്ഥാപനങ്ങൾ. അതായത് ധനകാര്യ സ്ഥാപനങ്ങളിലൊക്കെ പുരുഷന്മാരുണ്ടാവുക. അല്ലെ, LIC പരസ്യങ്ങളിൽ കൂടുതൽ ആരുണ്ടാവുക? ഈ ഇൻഷുറൻസ് ആയിക്കോട്ടെ, മറ്റു പരസ്യങ്ങൾ കൂടുതൽ മെജോറിറ്റിയാണ്, എല്ലാത്തതും ഉണ്ടാവും. ആരുണ്ടാവുക? പുരുഷന്മാരാണ്. കാരണം എന്താ, സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ എന്താണ് കൈകാര്യം ചെയ്യുന്നത് ആരാ? പുരുഷന്മാരാണ്. ഒരു വീട്ടിലെ എക്കോണമി കൈകാര്യം ചെയ്യുന്നത്, അവിടുത്തെ ബ്രെഡ് വിന്നേഴ്സ് ആയിട്ടുള്ള ആളുകളാരാ? പുരുഷന്മാരല്ലേ. സമ്പത്ത് കൊണ്ടുവരുന്ന, വീട്ടിലേക്ക് വരുമാനം കൊണ്ടുവരുന്ന ആളുകളാരാ? പുരുഷന്മാരാണ്. അപ്പോൾ പുരുഷന്മാരെ ടാർഗറ്റ് ചെയ്തിട്ടാണ് ഈ പരസ്യങ്ങൾ. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, സൊസൈറ്റി ഈ പരസ്യങ്ങൾ പോലും. അല്ലേ, അങ്ങനെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ആക്കി വെച്ചിട്ടുള്ളത്. ശരിക്ക് വരുമാനം ആരും കൊണ്ടുവരണം? സ്ത്രീകളും പുരുഷന്മാരും കൊണ്ടുവരണം. അല്ലേ, പിന്നെ എന്താണ്, സിമെന്റിന്റെ പരസ്യത്തിലൊക്കെ കണ്ടേ, സിമെന്റിന്റെ കമ്പിന്റെ പരസ്യത്തിലൊക്കെ കമ്പിയൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടില്ലേ, ഉരുക്കിന്റെ ശക്തിയുള്ള ആരതും പിടിച്ചാല് ആരാ പിടിക്കല്? പുരുഷന്മാരല്ലേ. കമ്പിയും സിമെന്റും അല്ലേ, തേക്കൊക്കെ ആരാ? സിമെന്റൊക്കെ പുരുഷന്മാരുടെ പരസ്യത്തിലുണ്ടാവും. അതെന്താ, സൊസൈറ്റി കൊടുത്തിട്ടുള്ള ഒരു സ്റ്റീരിയോ ടൈപ്പ്. പുരുഷന്മാർക്ക് അങ്ങനത്തെ ജോലികൾ ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു കൺസെപ്റ്റാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കാലാകാലങ്ങളായിട്ട് ഫോളോ ചെയ്ത് വരുന്നത്. സ്ത്രീകളും എന്ത് ചെയ്യും, വിദേശ രാജ്യങ്ങളൊക്കെ സ്ത്രീകളൊക്കെ ചെയ്യുന്നുണ്ട്, ഇവിടെ ചെയ്യൂല. എന്താ, നമ്മുടെ സൊസൈറ്റി എങ്ങനെയാണ്? ഓക്കെ, ഇതൊക്കെ മാറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ചാപ്റ്ററുകളൊക്കെ നമ്മൾ പഠിക്കുന്നത്. അല്ലേ, സ്പോർട്സ് പ്രൊഡക്റ്റിൽ കൂടുതൽ ആരുണ്ടാവുക? പുരുഷന്മാരില്ലേ. സ്പോർട്സ് പ്രൊഡക്റ്റിലെ വിരാട് കോഹ്ലി, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ അറിയുന്ന അത്ര ഇന്ത്യൻ പുരുഷ
ക്രിക്കറ്റ് ടീമിനെ അറിയുന്ന അത്ര നിങ്ങൾക്ക് വനിതാ ടീമിനെ അറിയും. ഈ വിരാട് കോഹ്ലിനെ രോഹിത് ശർമ്മനൊക്കെ അറിയുന്ന പോലെ സ്മൃതി മന്ദാനനെയും ടീമിനൊക്കെ നിങ്ങൾക്ക് അറിയോ? ഇല്ല. എന്താ സൊസൈറ്റി ഇവർക്കാണ് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഇവരാണ് എന്ത് ചെയ്യുക, കൂടുതൽ പരസ്യത്തിൽ ഉണ്ടാവുക അല്ലേ? ശരിക്കും എന്ത് ചെയ്യണം, ഈക്വൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കണം അല്ലേ? എനിക്ക് തോന്നുന്നു പേയ്മെൻറ്റ് സ്കെയിൽ വരെ ഡിഫറൻസ് ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് ഗവൺമെൻറ് കൊടുക്കുന്നത്. പിന്നെ എന്താണ്, യൂട്ടൻസിൽസ് ആൻഡ് സ്റ്റവ് ആൻഡ് ടൂൾസ് ആർ യൂസ്ഡ് ഇൻ കിച്ചൺ അല്ലേ? പാത്രങ്ങൾ, അതായത് പാത്രങ്ങൾ, സ്റ്റൗ മുതലായ അടുക്കള സാമഗ്രികൾ ഇതിൻ്റെ പരസ്യത്തിൽ ആരുണ്ടാവുക? സ്ത്രീകളുണ്ടാവുക. കാരണം വീട്ടുജോലികൾ ചെയ്യാൻ ഹൗസ് ഹോൾഡ് ആവശ്യങ്ങളൊക്കെ ആർക്കുള്ളത്, പാത്രങ്ങളുടെയും സ്റ്റൗവിൻ്റെ ഒക്കെ ആവശ്യങ്ങൾ ആർക്കുള്ളത്? സ്ത്രീകൾക്ക്. അവരാണ് എന്ത് ചെയ്യുന്നത്? സ്ത്രീകളാണ് എന്ത് ചെയ്യുന്നത്? വീട്ടുജോലികൾ ചെയ്യുന്നത്, ഡൊമസ്റ്റിക് ഡ്യൂട്ടീസ് ചെയ്യുന്നത്. ഇങ്ങനെയാണെന്ത് സൊസൈറ്റി ആക്കി വെച്ചിട്ടുള്ളത് അല്ലേ? അങ്ങനെ ചെയ്യണം എന്നല്ല പറയുന്നത്, സൊസൈറ്റി അങ്ങനെ ആക്കി വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ നിന്ന് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം. ഒരുപാട് ഉദാഹരണങ്ങൾ തരും, വിവിധ തരം പരസ്യങ്ങൾ. ഇതിനെന്ത് ചെയ്യുക, സ്ത്രീകൾ ചെയ്യുന്നത് സാധാരണയായി പുരുഷന്മാർ ചെയ്യുന്ന രീതിയിൽ എന്ത് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക. നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുള്ള കാര്യങ്ങൾ തന്നെ എന്താ ഒന്ന് ടേബിൾ ആക്കി എന്നുള്ളതാണ് കേട്ടോ. ജനറലി വുമൺ, കൂടുതലും സ്ത്രീകൾ മാത്രമെന്നല്ല കേട്ടോ പറയുന്നത്, കൂടുതലും സ്ത്രീകളാണ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ കൂടുതലും പുരുഷന്മാർ ചെയ്യുന്ന കാര്യങ്ങൾ കേട്ടോ. കറിപ്പൊടികളുടെ പരസ്യത്തിൽ ആരുണ്ടാവും? കൂടുതൽ സ്ത്രീകൾ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് കേട്ടോ. ഇതൊക്കെ ഒരു ടേബിൾ ആക്കി ഓർഗനൈസ് ചെയ്തു എന്നുള്ളൂ, ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഡിഷ് വാഷിംഗ് ഇംപ്ലിമെന്റ്സ്, പാത്രം കഴുകുന്ന ഇത് പരസ്യത്തിൽ ആരുണ്ടാവും? സ്ത്രീകളുണ്ടാവും അല്ലേ? കോസ്മെറ്റിക്സിന്റെ പരസ്യത്തിൽ ആരുണ്ടാവും? സ്ത്രീകളുണ്ടാവും. യൂട്ടൻസിൽസ്, സ്റ്റൗ, ടൂൾസ് യൂസ്ഡ് ഇൻ കിച്ചൺ, പാത്രങ്ങൾ, സ്റ്റൗ മുതലായ അടുക്കള സാമഗ്രികൾ ആരുണ്ടാവുക? സ്ത്രീകളാണ് ഉണ്ടാവുക അല്ലേ? പിന്നെ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ധനകാര്യ സ്ഥാപനങ്ങളുടെ പരസ്യത്തിൽ ആരുണ്ടാവും? പുരുഷന്മാരുണ്ടാവും. പിന്നെ സിമെന്റിന്റെ പരസ്യത്തിൽ ആരുണ്ടാവും? പുരുഷന്മാരുണ്ടാവും. ബൈക്ക് ആൻഡ് കാർസ് ആരാ? പുരുഷന്മാർ. സ്പോർട്സ് പ്രൊഡക്ട്സിൽ ആരാ? കായിക ഉപകരണങ്ങൾ ആരാ? പുരുഷന്മാർ. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്, ഇതൊന്ന് ടേബിൾ പോലെ കൊടുത്തു എന്നുള്ളൂ കേട്ടോ. ഇനി അതുപോലെ ഈ ഒരു ജെൻഡർ ഇനീക്വാളിറ്റി അനുഭവപ്പെടുന്ന മറ്റൊരു ഭാഗമാണ് ഭാഷ. നമ്മുടെ എന്താണ് ലാംഗ്വേജ് എന്ന് പറയുന്നത് അല്ലേ? ഭാഷയും ലിംഗ പദവി വാർപ്പ് മാതൃകകളും അല്ലേ? നമ്മുടെ ലാംഗ്വേജ് ആൻഡ് ജെൻഡർ സ്റ്റീരിയോ ടൈപ്പ്. നമ്മുടെ ഭാഷക്കടുത്ത്, നമ്മുടെ സംസാരത്തിൽ, നമ്മുടെ എന്താ പറയുക ലാംഗ്വേജിൽ വരെ പ്രശ്നങ്ങളുണ്ട്. നിങ്ങൾ നോക്കി, ദർ ഇസ് ഓൾസോ എ ജെൻഡർ ഡിഫറൻസ് ഇൻ ദ ലാംഗ്വേജസ് വി യൂസ് അല്ലേ? ദ നൗൺസ് ഇൻ മെനി ലാംഗ്വേജസ് ആർ ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് ജെൻഡർ. നാം ഉപയോഗിക്കുന്ന ഭാഷകളിലും ലിംഗപദവികളിലും വ്യത്യാസം നിലനിൽക്കുന്നുണ്ട്. ഭാഷകളിൽ നാമപദങ്ങളെ ആൺ പെൺ എന്നിങ്ങനെ തരംതിരിക്കുന്നുണ്ട് അല്ലേ? എന്തിനാ അതിൻ്റെ ആവശ്യം? ഫോർ എക്സാമ്പിൾ പറയുന്നുണ്ട്, ഹൗ വി ഹാവ് ടേംസ് ലൈക്ക് സിറ്റിസൺ. ഈ സിറ്റിസൺ എന്ന് പറയുന്ന ടേം അല്ലേ, പൗരൻ എന്ന് പറയുന്ന സാധനം വരുമ്പം പൗരൻ എന്നല്ല പറയാ, സ്ത്രീനെയാണ് നമുക്ക് ഓർമ്മ വരിക, പുരുഷനല്ല വരിക. പൗരൻ ആരാ? പുരുഷനാണ് അല്ലേ? എന്താണ് ശരിക്കും അവിടെ സ്ത്രീനെ ഉപയോഗിക്കാത്തത്? അതുപോലെ മാൻ അല്ലേ, മാൻ. പിന്നെ that seemingly refers to the males come to the represent both males and females അല്ലേ? പൗരൻ, മനുഷ്യൻ തുടങ്ങി പുരുഷനെയാണ് എന്ന് തോന്നിപ്പിക്കുന്ന വാക്കുകൾ എങ്ങനെയാവും എന്ത് ചെയ്യുക, എല്ലാവരും സൂചിപ്പിക്കുന്ന, അതായത് സിറ്റിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താണ്, പുരുഷനെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് ഉദ്ദേശിക്കുന്നത് എന്നുള്ള രീതിക്കൊക്കെയാണ് കേട്ടോ. ശരിക്കും എന്താണ്, എന്തുകൊണ്ട് സ്ത്രീകൾ നമ്മളെ മൈൻഡിലേക്ക് വരുന്നില്ല എന്നുള്ളതാണ്. For instance, there is no such term such as male doctor. Male doctor എന്ന വാക്കുണ്ടോ? ഒരു ഡോക്ടർ നമ്മൾ ആര് പറയാം? പുരുഷ ഡോക്ടറെ പറയാം. സ്ത്രീ ആണെങ്കിൽ ലേഡി ഡോക്ടർ എന്ന് പറയും. പുരുഷനെ നമ്മൾ ഒരു ഡോക്ടർ എന്നുള്ള ടേം നമ്മൾ പുരുഷനെ ഉപയോഗിക്കുമ്പോൾ, സ്ത്രീയുടെ ഒരു വനിത ഡോക്ടർ ആണെങ്കിൽ നമ്മൾ അവിടെ എന്ത് പറയും? അത് നമ്മൾ എന്ത് പറയും? ലേഡി ഡോക്ടർ എന്ന് പറയും അല്ലേ? ശരിക്കും അത് ഡോക്ടർ അല്ലേ? അങ്ങനെ ഡോക്ടർ എന്ന് പറഞ്ഞാൽ പോലെ സ്ത്രീയും പുരുഷനാരൊക്കെ. പക്ഷെ നമ്മൾ സൊസൈറ്റി അങ്ങനെയാണ് ഉപയോഗിക്കുക കേട്ടോ. വൈ ഡസ് ദ വേൾഡ് ഡോക്ടർ സീൻ അല്ലേ? ഉദാഹരണത്തിന് പുരുഷ ഡോക്ടർ എന്നുള്ള എവിടെയെങ്കിലും കണ്ടുകണോ? ഡോക്ടർ എന്നല്ലേ കാണുള്ളൂ, പുരുഷ ഡോക്ടർ എന്ന് കണ്ടുകണോ? ഇല്ല. വനിതാ ഡോക്ടർ നിങ്ങൾ കുറേ സ്ഥലത്ത് കണ്ടില്ലേ? എന്തുകൊണ്ട് അവർക്ക് ഡോക്ടർ മാത്രം ഉപയോഗിക്കുന്നില്ല? വനിതകളെ മുന്നിൽ മാത്രം തന്നെ ഒരു പ്രിഫിക്സ് വനിതാ ഡോക്ടർ, വനിതാ പോലീസ് കോൺസ്റ്റബിൾ, അല്ലാതെ പോലീസ് എന്നുള്ളിടത്ത് എന്തുണ്ടാവില്ല, വനിതകൾ ആണുങ്ങളാണെന്നുള്ള രീതിയായി വരിക അല്ലേ? അപ്പം എന്ത് ചെയ്യില്ല, ലേഡി ഡോക്ടർ എന്നാണ് എന്ത് ചെയ്യുക സ്ത്രീകൾക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്തുകൊണ്ട് അവരെ ഡോക്ടർ എന്ന് വിളിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഭാഷയിൽ എന്തുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതിന് ഉദാഹരണങ്ങളാണ് കേട്ടോ അതൊക്കെ. ഈവൻ നമ്മുടെ ലാംഗ്വേജിൽ, നമ്മുടെ ഭാഷയിൽ പോലും ജെൻഡർ ഇനീക്വാളിറ്റീസ് ഉണ്ട് എന്നുള്ളതിൻ്റെ കുറച്ച് എക്സാമ്പിളുകൾ ആ സ്റ്റീരിയോ ടൈപ്സിനുള്ള. The words and usages that are used refer to areas that were once monopolized by man continue to be used in this way. പുരുഷൻ മാത്രം കൈകാര്യം ചെയ്തിരുന്ന കാര്യങ്ങൾ സംബന്ധിച്ച വാക്കുകളും പ്രയോഗങ്ങളും എല്ലാം തന്നെ ഇത്തരത്തിലാണ് ഇപ്പോഴും പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പഴയ കാലത്ത് ചിലപ്പം ഡോക്ടർമാരായിട്ട് പുരുഷന്മാർ മാത്രമേ ഉണ്ടാവുള്ളൂ. പോലീസായിട്ട് ആരുണ്ടാവുക? പോലീസായിട്ട് പുരുഷന്മാർ മാത്രമേ ഉണ്ടാവും അല്ലേ?
പക്ഷെ പുതിയ കാലത്ത് അങ്ങനെയാണോ, പുരുഷന്മാരും സ്ത്രീകളൊക്കെ അല്ലേ? പക്ഷെ എന്നിട്ടും ആ പേര്, ആ ഡോക്ടർ എന്നുള്ള പേര് ഇപ്പോഴും പുരുഷന് മാത്രമാണ് അല്ലേ? ഇപ്പൊ അടുത്ത് നമ്മുടെ ഫയർഫോഴ്സിലെ കേരള PSC പേരൊക്കെ മാറ്റി. ഈ ഫയർമാൻ എന്നുള്ള പോസ്റ്റ് ആയിരുന്നു, അപ്പോൾ മാറ്റി. ഇപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, വനിതകളെയും കേരള ഫയർഫോഴ്സിലേക്ക് എടുക്കുന്നുണ്ട്. അപ്പൊ പേര് മാറ്റി ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറൊക്കെ ആക്കി അല്ലേ? അതിപ്പോ എന്ത് ചെയ്തു, നമ്മുടെ വനിതാ പുരുഷൻ എന്നൊക്കെയുള്ളത് എന്ത് ചെയ്താണ്, അവിടെയൊക്കെ ഡിഫറൻസ് വരികയാണ്. ഫയർമാൻ മാത്രമല്ല, ഫയർ വുമണും ഉണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ. പിന്നെ അടുത്ത ഒരു ഉദാഹരണം പറഞ്ഞോണേ. ദ റിപ്പീറ്റഡ് യൂസേജ് ഓഫ് സച്ച് ടേംസ് റെയിൻഫോഴ്സ് സ്റ്റീരിയോ ടൈപ്പ്. ഈ വാക്കുകൾ നമ്മൾ വീണ്ടും വീണ്ടും ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യാണ്, ഈ സ്റ്റീരിയോ ടൈപ്പ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള വാർപ്പ് മാതൃകകൾ എന്ത് ചെയ്യണം, അവിടെ ഉറപ്പിക്കപ്പെടുകയാണ് അല്ലേ? അതായത് അതെന്ത് ചെയ്യാണ്, റീഇൻഫോഴ്സ് ചെയ്യാണ്. ഹൗ വി ക്യാൻ ഡിഫെൻഡ്, ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് എങ്ങനെ ഒഴിവാക്കാം? ഈ ഡോക്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് എന്ത് വരണം, ലേഡി ഡോക്ടറും പുരുഷ ഡോക്ടറൊക്കെ വരണം. അല്ലാതെ ലേഡി ഡോക്ടർ എന്ന് സ്ത്രീയെയും പുരുഷന് ഡോക്ടർ മാത്രം അല്ലെങ്കിൽ മെൻ ഡോക്ടർ എന്ന് ആരും പറയലുണ്ടോ? ഇല്ല. ആ ഒരു കൺസെപ്റ്റ് ഒക്കെ എന്ത് ചെയ്യണം, മാറണം എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, പറയുന്നത് അല്ലേ? അതിന് നമ്മൾ ഉള്ള ചില ടേമുകളാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ ടീച്ചർ എന്നുള്ള വാക്ക്, സ്ത്രീ ആയാലും പുരുഷനായാലും പഠിപ്പിക്കുന്ന ആൾ എന്താണ്, ടീച്ചറാണ് അല്ലേ? പഠിപ്പിക്കുന്ന ആള് ടീച്ചറാണ്. അതുപോലെ തന്നെ എഞ്ചിനീയർ അല്ലെ, എഞ്ചിനീയർ എന്നുള്ളത് എന്താ, എഞ്ചിനീയർ സ്ത്രീ ആയിക്കോട്ടെ പുരുഷനായിക്കോട്ടെ, എഞ്ചിനീയർ ആണെങ്കിൽ എഞ്ചിനീയർ ആണ്. ഒരാൾ ടീച്ചറാണ്, ഒരു സ്ത്രീ ടീച്ചറാണ്, പുരുഷൻ ടീച്ചറാണ്, രണ്ടാളും ടീച്ചർ തന്നെയാണ്. ഓക്കെ. അതുപോലെ നേഴ്സസ് എന്നുള്ള മെയിൽ നേഴ്സും ഫീമെയിൽ നേഴ്സും ഒന്നും ഇല്ല കേട്ടോ. നേഴ്സസ് എന്നുള്ളത് അതിൽ പുരുഷനും സ്ത്രീയൊക്കെ പെടും. നമ്മുടെ സൊസൈറ്റിയിൽ കൺവെൻഷനലി നമ്മൾ നേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്ത്രീകളാണ് ഓർമ്മ വരിക. പുരുഷ നേഴ്സുമാർ മെയിൽ നേഴ്സ് എന്നൊക്കെ എടുത്ത് പറയും. ശരിക്കും അങ്ങനെയൊന്നല്ല. നേഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷനും സ്ത്രീയും ഉൾപ്പെടും. ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധ്യാപകനും അധ്യാപികയും ഉൾപ്പെടും. അതുപോലെ എഞ്ചിനീയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ സ്ത്രീ ആയിട്ടുള്ള എഞ്ചിനീയർമാരും പുരുഷനായിട്ടുള്ള എഞ്ചിനീയർമാരും ഉൾപ്പെടും. അപ്പോൾ ഈ മൂന്ന് വാക്കുകൾ ഒരു ഉദാഹരണം പോലെ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ. എന്തിന്, ഇൻക്ലൂസീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്കുള്ള ഉദാഹരണങ്ങൾ. അതായത് എന്താ, ജെൻഡർ ഇൻക്ലൂസീവ് അല്ലെ, ലിംഗ പദവി ഉൾച്ചേർന്ന ഇൻക്ലൂസീവ് അല്ലെ. ഒന്ന് നോക്കി, ഇൻക്ലൂസീവ് അല്ലത്. ടീച്ചർ എന്നുള്ളതിൽ ആണും പെണ്ണും ഇൻക്ലൂസീവ് ആണ്. എഞ്ചിനീയർ എന്നുള്ളതിലും സ്ത്രീയും പുരുഷനും ഇൻക്ലൂസീവ് ആണ്. നേഴ്സ് എന്ന് പറയുന്നതിൽ എന്താണ്, സ്ത്രീയും പുരുഷനും ഇൻക്ലൂസീവ് ആണ് അല്ലെ. അപ്പൊ എന്തിനുള്ള ഉദാഹരണങ്ങളാണ്, ജെൻഡർ ഇൻക്ലൂസീവ് അല്ലെ, ലിംഗ പദവി ഉൾച്ചേർന്നിട്ടുള്ള പദങ്ങളും പ്രയോഗങ്ങൾക്കുള്ള ഉദാഹരണമാണ് ഇത്. ടീച്ചർ, എഞ്ചിനീയർ, നേഴ്സ് എന്ന് പറയുന്നത്. family, educational institutions, art and literature, etc. also reinforce gender stereotype. നമ്മുടെ സമൂഹത്തിലുള്ള ഈ ഒരു ലിംഗപരമായിട്ടുള്ള ഈ വാർപ്പ് മാതൃകകൾ, സ്റ്റീരിയോ ടൈപ്സിലെ ഈ സ്റ്റീരിയോ ടൈപ്സ് ഒക്കെ നമ്മുടെ സമൂഹത്തിൽ എല്ലാ മേഖലകളിലുണ്ട് അല്ലേ. കുടുംബങ്ങളിലുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലുണ്ട്, കലകളിലുണ്ട്, സാഹിത്യത്തിൽ എല്ലായിടത്തും ഉണ്ട്. ലിംഗ പദവി വാർപ്പ് മാതൃകകളെ ബലപ്പെടുത്തുന്ന കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ലിംഗ പദവി അധിഷ്ഠിതമായിട്ടുള്ള അക്രമങ്ങൾ അടുത്ത ടോപ്പിക്കാണ്. ജെൻഡർ ബേസ്ഡ് വയലൻസ് എന്ന് പറയുന്നത് അടുത്തൊരു ടോപ്പിക്കാണ്. നമുക്ക് എന്ത് ചെയ്യാം, നോക്കാം. അത് വായിച്ചു നോക്കൂ, കുറച്ച് പത്ര ഹെഡിങ്ങുകളൊക്കെ. സ്ത്രീധനത്തിന്റെ പേരിൽ ഉപദ്രവം, ഭർത്തൃ വീട്ടുകാർക്കെതിരെ കേസ് അല്ലേ. ഇനി ഒരാൾക്കും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാവരുത്. ലൈംഗികാതിക്രമം അതിജീവിത മാധ്യമങ്ങളോട്. ട്രാൻസ്ജെൻഡർ വ്യക്തിയെ പൊതു ഇടങ്ങളിൽ അവഹേളിച്ചു. ട്രാൻസ്ജെൻഡർ സംരക്ഷണ പ്രകാരം നടപടിയെടുത്തു പോലീസ്. പെൺഭ്രൂണഹത്യക്ക് സഹായിച്ചു. ഡോക്ടറുടെയും ആശുപത്രിയുടെയും ലൈസൻസ് റദ്ദാക്കി. തൊഴിലിടങ്ങളിലെ അതിക്രമം പോലീസിന് റിപ്പോർട്ട് ചെയ്യാത്ത സ്ഥാപനത്തിനെതിരെ നടപടി അല്ലെ. അതിൻ്റെ ഇംഗ്ലീഷാണ്. അട്രോസിറ്റി ഫോർ ഡൗറിയിലെ സ്ത്രീധനത്തിന് വേണ്ടിയിട്ടുള്ള അതിക്രമം. പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ഒരു ജെൻഡർ ബേസ് ചെയ്തിട്ടുള്ള അക്രമമല്ലത്. സ്ത്രീധനത്തിന്റെ പേരുള്ള അക്രമം എന്താണ്, ജെൻഡർ ബേസ് ചെയ്തിട്ടുള്ള അക്രമമാണ് അല്ലെ. പിന്നെന്താണ്, ട്രാൻസ്ജെൻഡർ, ഇതും ജെൻഡർ ബേസ് ചെയ്തിട്ടുള്ള അക്രമമാണ്. ഒരു ട്രാൻസ്ജെൻഡറിനെ ഇൻസൾട്ട് ചെയ്ത് എന്നുള്ളത് എന്താണ്, ജെൻഡർ ബേസ് ചെയ്തിട്ടുള്ള അക്രമമാണ് അല്ലെ. പിന്നെന്താണ്, നൺ ഷുഡ് സഫർ ലൈക്ക് ദിസ് സർവൈവർ ഓഫ് ദ സെക്ഷൽ അസൾട്ട്. അതായത് പീഡനം നേരിട്ട ഒരു സ്ത്രീ പറയുകയാണ്, ഇനി ആർക്കും ഇങ്ങനത്തെ ഒരു അനുഭവങ്ങൾ ഉണ്ടാവരുതെന്ന് പറയണേ. അത് ജെൻഡർ ബേസ് ചെയ്ത് നേരിട്ടൊരു പ്രശ്നമല്ലേ. ഹെൽപ്ഡ് ഇൻ ഫീമെയിൽ ഫീറ്റിസൈഡ്. ലൈസൻസ് ഓഫ് എ ഡോക്ടർ ആൻഡ് ഹോസ്പിറ്റൽ ക്യാൻസൽഡ്. ശിശു ഭ്രൂണ ഹത്യ അല്ലേ. അതായത് പണ്ട് കാലത്തൊക്കെ സ്ത്രീകൾ മക്കളായിട്ട് ഉണ്ടാവുക എന്നുള്ളത്, പെൺകുട്ടികൾ ജനിക്കുക എന്നുള്ളത് ആ കുടുംബത്തിന് കുടുംബത്തിന്റെ അഭിമാനത്തിന് പ്രശ്നമാണ്, ദുരഭിമാനമാണെന്നൊക്കെ പറഞ്ഞിട്ട് പെൺകുട്ടികളെ കൊല്ലുന്നൊരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ, ഭ്രൂണഹത്യ. അപ്പോൾ ആ ഒരു പരിപാടി ചെയ്ത ഒരു ഡോക്ടറുണ്ട്. ആ ഡോക്ടറെയോ അതുപോലെ ഹോസ്പിറ്റലിനൊക്കെ ലൈസൻസ് ക്യാൻസൽ ചെയ്തു എന്നുള്ളൊരു പത്രവാർത്തയാണ്. ഇത് എന്തുകൊണ്ടാണ്, ഇതൊരു ജെൻഡർ സ്ത്രീ ആയതിനെ കൊണ്ട് വന്ന പ്രശ്നമില്ല, അതായത് ജെൻഡർ ബേസ് ചെയ്തിട്ടുള്ള ഒരു അക്രമമാണ്. സെക്ഷൽ അസാൾട്ട് ഇൻ വർക്ക് പ്ലേസ്, ആക്ഷൻ അഗെയിൻസ്റ്റ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് ഫെയിൽഡ് ഓർ റിപ്പോർട്ട്. അതെന്താണ്, അതായത് വർക്ക് പ്ലേസിൽ സ്ത്രീകൾ നേരിടുന്ന ലൈംഗികാതിക്രമങ്ങൾക്കെതിരെയുള്ള റിപ്പോർട്ടുകൾ
റിപ്പോർട്ടുകൾ, ആക്ഷൻസ് കൊടുക്കാത്ത, നടപടി എടുക്കാത്തവർക്കെതിരെ എന്താണ് റിപ്പോർട്ട് കൊടുക്കാത്തവർക്കെതിരെ എന്താണ് നടപടി എടുക്കും എന്നുള്ളത് എന്താണ് പറയുന്നത്. കുറച്ച് പത്രവാർത്തകളാണ് കേട്ടോ. എന്നാണ് ഈ പത്രവാർത്തകൾ നമ്മെ സൂചിപ്പിക്കുന്നത്. വാട്ട് ആർ ദ സോഷ്യൽ ഇഷ്യൂസ് ഇൻഡിക്കേറ്റഡ് ദീസ് ന്യൂസ് ഹെഡ്ലൈൻസ്? ഏതൊക്കെ സാമൂഹിക പ്രശ്നങ്ങളാണ് ഈ വാർത്താ തലക്കെട്ടുകളിൽ സൂചിപ്പിച്ചിട്ടുള്ളത്? നമ്മൾ പറഞ്ഞു എന്തൊക്കെ കാര്യങ്ങളാണ് സൂചിപ്പിച്ചിട്ടുള്ളത് എന്നല്ലേ. എന്തൊക്കെയാണ് പറഞ്ഞത്? അട്രോസിറ്റി ഫോർ ഡൗറി, സ്ത്രീധനത്തിന് വേണ്ടിയിട്ടുള്ള ഉപദ്രവം. ട്രാൻസ്ജെൻഡർ ഇൻസൾട്ടഡ് ഇൻ പബ്ലിക്, അതായത് എന്താണ് ട്രാൻസ്ജെൻഡർ വ്യക്തിയെ പൊതുയിടങ്ങളിൽ അവഹേളിച്ചു, ഇല്ലേ? അതൊക്കെ എന്താണ് ജെൻഡർ ബേസ് ചെയ്തിട്ട് നടക്കുന്ന അക്രമങ്ങളാണ്. സെക്ഷൽ അസാൾട്ട്, ലൈംഗികാതിക്രമണം. ഹെൽപ്ഡ് ഇൻ ഫീമെയിൽ ഫീറ്റിസൈഡ്, അല്ലേ? എന്താണ് നമ്മളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളത് പെൺ ഭ്രൂണ ഹത്യക്ക് സഹായിച്ച ഡോക്ടറെയും ഹോസ്പിറ്റലിൻ്റെയും ലൈസൻസ് റദ്ദാക്കി എന്നുള്ളത്. ഇതൊക്കെ എന്താണ് സെക്സ് ജെൻഡർ ബേസ് ചെയ്ത് നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങളാണ്. സെക്സ് ബേസ് ചെയ്തിട്ട്, അല്ലേ? സെക്ഷൽ അസൾട്ട് ഇൻ വർക്ക് പ്ലേസ്, തൊഴിലിടങ്ങളിലെ ലൈംഗികാതിക്രമം. എന്നൊക്കെ എന്ത് ചെയ്തു നമ്മൾ നോക്കിക്കഴിഞ്ഞു. is the existence of these types of atrocities apt for a just society? ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നത് ന്യായ സമൂഹത്തിന് ജസ്റ്റ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ന്യായ സമൂഹത്തിന് ജസ്റ്റ് സൊസൈറ്റി യോജിച്ചതാണോ എന്നുള്ളത്. ഇതേപോലത്തെ ജെൻഡർ ബേസ് ചെയ്തിട്ടുള്ള അക്രമങ്ങൾ, അനീതികൾ, എന്ത് ചെയ്യണം, ഇൻജസ്റ്റിസ് നമ്മുടെ നാട്ടിലടക്കണം. ഇതൊരു നല്ല നാടിന് അല്ലെങ്കിൽ നല്ലൊരു സമൂഹത്തിന് പറ്റിയ കാര്യമാണോ ഒക്കെ? ആണോ? ഒരു ജസ്റ്റ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ന്യായമായിട്ടുള്ള ഒരു സമൂഹത്തിന് എല്ലാ അവകാശങ്ങളും കിട്ടുന്ന ഒരു സമൂഹത്തിന് പറ്റിയിട്ടുള്ള കാര്യമാണത്. അല്ല, സമൂഹത്തെ പിന്നോട്ടടിക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിന് എന്താണ് ഡ്രാഗ് ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. അപ്പം എന്ത് ചെയ്യണം? ഒരു ന്യായമായിട്ടുള്ളൊരു സമൂഹത്തിന് ഇതൊന്നും എന്ത് ചെയ്യില്ല, പറ്റില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിൻ്റെ മറ്റു ഭാഗങ്ങളുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, തൊട്ടടുത്ത ക്ലാസ്സുകളിൽ എന്ത് ചെയ്യാം, കണ്ടുമുട്ടാം. ഈ അടുത്ത കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് കാണാം. എന്നിട്ട് നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് നല്ല രീതിയിൽ എല്ലാവരും പഠിക്കുക. എല്ലാവർക്കും എൻ്റെ വിജയാശംസകൾ. ഓൾ ദി ബെസ്റ്റ്.